ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ തിണ്ണയിറങ്ങാൻ പോകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എവിടെന്നെങ്കിലും എടുത്ത് ഇന്ന് കോട്ട് ചെയ്ത് കാണിച്ചു. ഞാൻ പണ്ട് ഉപദേശിച്ചിട്ടുണ്ട് നേതാക്കളോട് തിണ്ണയിറങ്ങാൻ പോയിരുന്നു. എന്താ ഈ ബിഷപ്പ് ഹൗസിൽ പോയ എന്താ കുഴപ്പം? ഞാൻ എപ്പോഴും പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ടല്ലോ. ഞാൻ ശിവഗിരിയിൽ പോകുന്നുണ്ടല്ലോ. മഠാധിപതികളെല്ലാം എന്നെ കന്റോൺമെൻറ് ഹൗസിൽ വന്ന് സന്ദർശിച്ചിരുന്നു. ശിവഗിരി എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്നു. എത്രയോ ആളുകളാണ് വരുന്നത്. ഇപ്പം ഞാൻ എന്താവശ്യത്തിലാണ് അവിടെ പോയത്? ഞാനിവിടുത്തെ ക്ലീമീസ് ബാവയെ കണ്ടിരുന്നു. കർദിനാളാണ് അദ്ദേഹം. ഞാൻ നെറ്റോ പിതാവുമായിട്ട് ഭയങ്കരമായ ഹൃദയബന്ധമുള്ള ഒരാളാണ്. എനിക്കിഷ്ടമുള്ളവരെയൊക്കെ ഞാൻ പോയി കാണുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അതിന് അവിടെ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം നേടിയെടുക്കാൻ പറ്റുക? ഇലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചു, പിന്നെ ഇപ്പോൾ അവിടെ പോയി തിണ്ണയിറങ്ങണതിന്? സാധാരണ ഇലക്ഷൻ ജയിക്കാനും വേറെ കാര്യത്തിനല്ലേ തിണ്ണയിറങ്ങണം എന്ന് പറഞ്ഞത്. ജയിച്ചിട്ടാണ് പോയി കാണുന്നത് അവരോടൊക്കെ. അത് എല്ലാ സ്ഥലങ്ങളിലും പോകും, എല്ലാവരെയും കാണാൻ പോകും, എല്ലാവരെയും. എന്നെ വഴക്ക് പറഞ്ഞവരെയൊക്കെ കാണാൻ പോകും. അതിനെന്താ പോകണ്ടേ? എല്ലാവരെയും ഞാൻ ആരെയും പേരൊന്നും പറഞ്ഞില്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നേ. അതിനെന്താ? ഞാൻ ചോദിക്കട്ടെ, നമ്മളങ്ങനെ വേണ്ടേ? നിങ്ങളെന്താ പറയണത്? ഞാൻ ആളോട് മിണ്ടില്ല, ഇന്ന ആളോട് സംസാരിക്കില്ല, പണ്ട് എന്നോട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മോശം പറഞ്ഞിട്ടുണ്ട് ആളോടും. ഞാൻ ഈ പൊസിഷനിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാത്തിനോടും ക്ഷമിക്കാൻ പറ്റണം നമുക്ക്. ഞാൻ മനസ്സിലൊരു വിഷമവും കൊണ്ടുനടന്നിട്ടില്ല. പക്ഷെ ഞാനന്ന് പറഞ്ഞത് UDF കോൺഗ്രസിനെയൊന്നും പറഞ്ഞില്ല, എന്നെയാണ് പറഞ്ഞത്. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. അത് മാറ്റണം, ആ ഇഷ്ടക്കേട് മാറ്റണം. എല്ലാവരുമായിട്ട് നല്ല ബന്ധം വേണം. അതിനെന്താ? പക്ഷെ നിലപാടിൽ മാറ്റമില്ല, നിലപാടിൽ ഒരു മാറ്റമില്ല. അതിശക്തമായ സെക്കുലർ നിലപാടാണ്. ഒരു നിലപാടിലും മാറ്റമില്ല. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കുകയും ചെയ്യും. ആര് വർഗീയത പറഞ്ഞാലും അതിനെ എതിർക്കും, ഉറപ്പായിട്ട് എതിർക്കും. അത് UDF സ്റ്റാൻഡാണ്. UDF അൾട്ടമൻ്റായിട്ടുള്ള സെക്കുലർ സ്റ്റാൻഡാണ്. ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ. പക്ഷേ എല്ലാവരും അവർക്കൊക്കെ ഒരു വിഷമം വന്നാൽ ആദ്യം നമ്മൾ ഓടിയെത്തും, അന്വേഷിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകരല്ലേ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ ഇല്ലേ? ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് വനിതാ മാധ്യമപ്രവർത്തകരല്ലേ? സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായി സോഷ്യൽ മീഡിയ മാറി. ആരെയും അപമാനിക്കരുത്. ഞങ്ങളുടെ നിലപാട് നേരത്തെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് നിലപാട്. ഒരു സ്ത്രീയെയും ഒരാളെയും അപമാനിക്കരുത്. ആളുകളെ അവമാനിക്കാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന എല്ലാ ആളുകളോടും. എത്രയോ മാധ്യമപ്രവർത്തകരാണ്, സ്ത്രീകളായ മാധ്യമപ്രവർത്തകരാണ്, എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ അവമാനിക്കുന്നത്. അതിനെയൊക്കെ കേന്ദ്രം എവിടെ നിന്നായിരുന്നു കൂടി അന്വേഷിച്ചു വന്നത്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും അവരുടെ എല്ലാ കിഫ്ബിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അല്ല, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിനാൻസുമായിട്ട് കൂടി ബന്ധപ്പെട്ടതല്ലേ. അല്ല, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീരുമാനമെടുത്തില്ല. തീരുമാനമെടുത്താൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളോടെ പറയുന്നത്. അല്ലാതെ ചെയ്യാൻ പറ്റും? വഴിയിൽ ഉപേക്ഷിച്ചില്ലേ, പോയില്ലേ, ആ പൈസ പോയി. എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്താണ് അവർ ചെയ്യുന്നത്, എന്ത് വർക്കാണ് അവർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവരുടെ മീറ്റിങ്ങൊക്കെ വിളിച്ചിട്ടുണ്ടല്ല. നമുക്ക് അത്ര സമയമല്ലേ? അല്ല, പരിശോധിക്കപ്പെടേണ്ട കാര്യം അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കണം, ലീഗൽ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കണം. ഒരു ഗവൺമെൻറ് എഗ്രിമെൻറ്റ് വെച്ചതാണ്. അപ്പോൾ അത് നോക്കണം. നോക്കിയിട്ട് ഞാൻ അത് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒന്ന് ഈ വകുപ്പുകളൊക്കെ ഇപ്പോൾ ഇന്ന് വരുമല്ലോ. ഇന്ന് വകുപ്പ് വന്നിട്ടല്ലേ ഏത് വകുപ്പ് മന്ത്രിയാണെന്ന് അറിയുള്ളൂ. എന്നിട്ടല്ലേ നമുക്ക് അത്രയും ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാബിനറ്റ് ഡിസിഷൻ പറയാമല്ലോ.